നിലാവിന്റെ തോഴൻ. രചന ജിഫ്ന നിസാർ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എൻ ഊഞ്ഞേരി. ശരി, നിനക്ക് വേണ്ട ഇന്ന് എനിക്കൊന്നും വേണ്ട. നിനക്ക് വേണോ ദിലു? മീരയുടെ അരികിലിരുന്നുകൊണ്ട് ക്രിസ്റ്റി ദിലുവിനെ നേരെ നോക്കിക്കൊണ്ട് ചോദിച്ചു. എനിക്കൊന്നും വേണ്ടാഞ്ഞിട്ടൈശ. മീര അപ്പോഴും ദയനീയമായി പറയുന്നുണ്ടായിരുന്നു. ആ വേണ്ടേ വേണ്ട, ഞങ്ങൾക്കും വേണ്ട. ഇന്നിവിടെ എല്ലാവരും നിനക്ക് വേണ്ടി പട്ടിണി സമരായിക്കോട്ടെ. ക്രിസ്റ്റി വീണ്ടും വിളിച്ചു. അവനാവുന്ന പോലെ വിളിച്ചിട്ടും പുറത്തേക്ക് ഇറങ്ങി വരാൻ കൂട്ടാക്കാത്ത മീരയോട് ഇനി ഈ രീതിയിൽ നടക്കുമെന്ന് അവന് ശരിക്കും അറിയാം. ഇച്ച, മീര അവന്റെ കയ്യിൽ പിടിച്ചു വിളിച്ചു. തിരിഞ്ഞു നോക്കാതെ അവനൊന്ന് മൂളി. എനിക്കിനി ഇച്ചയില്ലാതെ ആരുമില്ല കേട്ടോ. പിണങ്ങിയിരിക്കുന്ന പോലെ തിരിഞ്ഞിരിക്കുന്ന ക്രിസ്റ്റിയുടെ തോളിലേക്ക് ചാരിക്കൊണ്ടവൾ പറയുമ്പോൾ ആ ഹൃദയം പിടയുന്നത് അറിഞ്ഞിട്ടെന്ന പോലെ ക്രിസ്റ്റി അവളെ പൊതിഞ്ഞു പിടിച്ചു. ഇച്ചക്കറിയാം, പക്ഷെ ഇങ്ങനെ സങ്കടപ്പെടുന്നുണ്ടായില്ലല്ലോ. ഷാരിയാൻ ഇനി ഭൂമിയിലില്ലായിരിക്കും, പക്ഷെ അവരറിയുന്നവരുടെ മനസ്സിലുണ്ടാവും ഇനി എന്നും. ക്രിസ്റ്റി പറയുമ്പോൾ മീരയുടെ നേരത്തെ തേങ്ങൾ കേട്ടിരുന്നു. ഷാരിയാനിക്ക് പകരാവില്ലെന്നറിയാം, എന്നാൽ ഇത് നമ്മുടെ വീടാണ്. എനിക്ക് പിസ്സയുണ്ട്, ദേ ദിലുവെന്ന അനിയത്തിയുണ്ട്, അമ്മയുണ്ട്, പിന്നെ നമ്മുടെ സ്വന്തം മറിയാമ്മച്ചിയുണ്ട്. നീ സങ്കടപ്പെടുമ്പോൾ ഞങ്ങൾക്കും സങ്കടാവും. ക്രിസ്റ്റി അവളിലുള്ള പിടി അല്പം പോലും കുറക്കാതെയാണ് പറയുന്നത്. ദിലു അവനെ സ്നേഹത്തോടെ നോക്കി നിൽപ്പുണ്ട്. അവൻ ആ പറഞ്ഞ വാക്കുകളുടെ ആഴമറിഞ്ഞുകൊണ്ടായിരിക്കും പിന്നെ അധികം ബലം പിടിച്ചു നിൽക്കാൻ വയ്യെന്ന പോലെ മീര അവർക്കൊപ്പം താഴേക്ക് ചെന്നു. ഒത്തിരി ഒന്നും കഴിച്ചില്ലായെങ്കിലും അത് അവർക്ക് ആശ്വാസമായിരുന്നു. മറിയാമ്മച്ചിയും പതിവില്ലാതെ മൗനമായിരുന്നു. മീരയെ വേദനിപ്പിക്കാൻ ഇഷ്ടമില്ലാത്ത പോലെ അവരെല്ലാം അവൾക്ക് മൗനമായി കൂട്ടിയിരുന്നു. എനിക്കിടം വരെയും പോകാനുണ്ട്, മീരയുടെ കൂടെ ഉണ്ടാവണം എന്ന് ദിലുവിനെ ഏൽപ്പിച്ചുകൊണ്ടാണ് ക്രിസ്റ്റി പുറത്തേക്ക് പോകാൻ റെഡിയായി ഇറങ്ങിയത്. അമ്മാ! ഡെയ്സിയുടെ മുറിയുടെ അകത്തേക്ക് കയറാതെ വാതിൽക്കിൽ നിന്നുകൊണ്ട് ക്രിസ്റ്റി വിളിക്കുമ്പോൾ കിടക്കുകയായിരുന്ന ഡെയ്സി എഴുന്നേറ്റുകൊണ്ട് പുറത്തേക്ക് ചെന്നു. ഞാൻ പുറത്തേക്കൊന്ന് പോവാ. വല്യമ്മച്ചയും വല്യപ്പച്ചനെയും ലില്ലിയാൻ്റെയും കണ്ടിട്ട് കുറച്ച് ദിവസമായി, പോയി കണ്ടിട്ട് പെട്ടെന്ന് വരാം. ക്രിസ്റ്റി അത് പറയുമ്പോൾ ഡെയ്സിയുടെ മുഖം കുനിഞ്ഞു പോയിരുന്നു. അവനാണ് അവരുടെ സംരക്ഷകനെന്ന് മറിയാമ്മച്ചി പറഞ്ഞിട്ട് ഡെയ്സിക്കറിയാം. ക്രിസ്റ്റിക്ക് അത് പെട്ടെന്ന് മനസ്സിലായി. മീര മുകളിലുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. മുകളിലേക്ക് നോക്കിയിട്ട് ക്രിസ്റ്റി പറയുമ്പോൾ ഡെയ്സി ചിരിച്ചുകൊണ്ട് തലയാട്ടി. ധൈര്യമായിട്ട് പോയിട്ട് വാടാ, അമ്മ നോയിക്കോളാം. ഡെയ്സി അവൻ്റെ കയ്യിൽ പിടിച്ച് അവനൊരു ചിരിയോടെ മറിയാമ്മച്ചിയുടെ മുറിക്ക് നേർക്ക് ചെന്നു. യാതൊരു ഔപചാരികതയുമില്ലാതെ ക്രിസ്റ്റി അതിനുള്ളിലേക്ക് കയറിപ്പോകുന്നത് നോക്കി ഡെയ്സി അവിടെ ഉണ്ടായിരുന്നു. ഫാത്തിമ തൻ്റെ സംസാരത്തിൽ അസ്വസ്ഥയാണെന്ന് അറിഞ്ഞിട്ടും ഷാഹിദ് അവളെ വിടാൻ ഒരുക്കമല്ലായിരുന്നു. സ്നേഹത്തെക്കുറിച്ചും പ്രേമത്തെക്കുറിച്ചും അവൻ വാചാലനായപ്പോഴേക്കും ഫാത്തിമ ക്രിസ്റ്റിയുടെ കൂടെയായിരുന്നു. അവൻ്റെ ചിരിയിൽ മയങ്ങി കിടപ്പായിരുന്നു. എത്രയും പെട്ടെന്ന് തിരികെ അറക്കിലൊന്ന് എത്തിക്കിട്ടിയാൽ മതിയെന്ന് മാത്രമായിരുന്നു അവളുടെ മനസ്സിൽ. ആ യാത്ര വല്ലാതെ വലിച്ചു നീട്ടാൻ ഒരു കാരണം തേടുന്ന പോലെയും. എനിക്ക് നല്ല തലവേദന, ഒന്നെന്നെ വീട്ടിലേക്കാക്കി തരുമോ എന്നേറെ സൈകിട്ടുകൊണ്ടാണ് അവൾ ഷാഹിദിനോട് ആവശ്യപ്പെട്ടത്. അതും പറഞ്ഞുകൊണ്ട് സീറ്റിലേക്ക് ചാരി അവൾ കണ്ണടച്ച് കിടക്കൂടി ചെയ്തോടെ അവന് മുന്നിൽ പിന്നെ മറ്റൊരു ഓപ്ഷനും ഇല്ലായിരുന്നു. ദേഷ്യത്തോടെ സ്റ്റിയറിംഗിൽ അമർത്തിയും തട്ടിക്കൊണ്ട് അവൻ കാറ് തിരിച്ചു. വിഷമിക്കാതെ മക്കളെ, കർത്താവ് നിന്നെ കൈവിടില്ല. മാത്തച്ഛനും ത്രേസി അവനെ നേരെ സ്നേഹത്തോടെ നോക്കി. ആ കുട്ടി നിന്റെ കൂടെയല്ലേ, സൂക്ഷിക്കണം. വർക്കി കൂടി ഉണ്ട് അവിടെ, അവനെ കുറിച്ച് ഞാൻ പറയാൻ തന്നെ നിനക്കറിയാലോ. മാത്തച്ഛൻ മുന്നറിയിപ്പ് പോലെ പറഞ്ഞു. നിങ്ങൾ എന്റെ കോച്ചിനെ പേടിപ്പിക്കലേ മനുഷ്യ. ത്രേസി അയാളോട് കണ്ണുരുട്ടി. അങ്ങനെയല്ലടി, ഇവനെ കുറിക്കാൻ എന്ത് നെറികെട്ട കളിക്കും വർക്കി കൂട്ടു നിൽക്കും. പിശാചാണവൻ. വർക്കിയോർത്തവും മാത്തച്ഛന്റെ പല്ലുകൾ ഞെരിഞ്ഞു. അതൊക്കെ എനിക്കറിയാമല്ലോ പിസ, ഞാൻ ശ്രദ്ധിച്ചോളാം. ക്രിസ്റ്റിയാടെ കയ്യിൽ അമർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്കറിയാം മോനെ, ഞാനിതിപ്പോൾ പറയാൻ കാരണം അവളിപ്പോൾ നിലതെറ്റി നിപ്പായിരിക്കും. ദിലുമോളും ഡെയ്സിയും നിനക്കൊപ്പം ചേർന്ന് എൻ്റെ ചുരുക്ക് തീർക്കാൻ അവൻ എന്ത് നാറിയ കളിയും കളിക്കും. അതാ ഞാൻ. അത്രയും പറഞ്ഞപ്പോഴേക്കും ത്രേസി അയാളുടെ കയ്യിൽ അമർത്തി പിടിച്ചിരുന്നു. വർക്കിയെന്ന പോലെ പാമ്പിനെ കണ്ടെന്ന് പേടിക്കുന്നവനല്ല എൻ്റെ ചെക്കൻ അല്ലേടാ. ലില്ലി വന്നിട്ട് അവൻ്റെ കവിളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. ക്രിസ്റ്റി ചിരിയോടെ അവരെ അവൻ്റെ അരികിൽ പിടിച്ചിരുത്തി. ജോലിയൊക്കെ എങ്ങനെ പോകുന്നു ലില്ലിയാൻ്റെ? ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? എനിക്ക് അങ്ങോട്ട് ഇറങ്ങാൻ സമയം കിട്ടിയിട്ടില്ല. പിന്നെ അവൻ്റെ ചോദ്യത്തിന് ഹൃദ്യമായൊരു ചിരിയായിരുന്നു ലില്ലിയുടെ മറുപടി. അതിൽ നിന്നും തന്നെ അവനുള്ള ഉത്തരം കിട്ടിയിരുന്നു. ഞാനെന്നാ പോട്ടെ, ഇനി ഇരുന്നാൽ വൈകും, നാളെ കോളേജില്ല. അത് പറഞ്ഞിട്ട് ക്രിസ്റ്റി എഴുന്നേറ്റു. പറ്റുപോലെ നിന്റെ അമ്മയും കൊണ്ടൊന്ന് വാ മോനെ, ഒത്തിരി ആയില്ലയോ കണ്ടിട്ട്. ത്രേസി അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഇനി അമ്മയും ഞാൻ ഇങ്ങോട്ടല്ല വലിയമ്മച്ചി, നിങ്ങളെല്ലാവരെയും ഞാൻ കുന്നേൽ ബംഗ്ലാവിലേക്ക് കൊണ്ടുപോകും. വലിയ താമസമൊന്നുമില്ല ഇനി ആ ദിവസത്തിന്. ഉറപ്പോടെ ക്രിസ്റ്റി അത് പറയുമ്പോൾ മാത്തച്ഛൻ്റെ കണ്ണുകളും വൈര്യം പോലെ തിളങ്ങുന്നുണ്ടായിരുന്നു. ശരിയെന്നാ, ഞാൻ പോയി. ബൈക്കിൽ കയറിയിരുന്നുകൊണ്ട് ക്രിസ്റ്റി പറഞ്ഞു. സൂക്ഷിച്ച് പോയാൽ മതി കേട്ടോ, ത്രേസി അവനെ നോക്കിക്കൊണ്ട് ഓർമ്മിപ്പിച്ചു. ഹെൽമെറ്റ് തലയിലേക്ക് എടുത്തു വെച്ചുകൊണ്ട് അവൻ ചിരിച്ചുകൊണ്ട് തലയാട്ടി. അധികം വീടുകളൊന്നുമില്ലാത്ത ഏരിയയാണത്. സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ലാത്ത വിജനമായ വഴി. സൂക്ഷിച്ചുകൊണ്ട് തന്നെ പതിയാണ് ക്രിസ്റ്റി വണ്ടി ഓടിച്ചത്.
കുറച്ചു ദൂരം കഴിഞ്ഞ് പിന്നെ ഒരു തെങ്ങിൻ തോട്ടമാണ്. ഒറ്റപ്പെട്ട 1-2 വീടുകൾ മാത്രമേ ഉള്ളൂ. അവനെ കാത്തുന്ന പോലെ ആ ഇരുട്ടിൽ പതിരിക്കുന്നവർക്ക് മുമ്പിലേക്ക് അതൊന്നും തന്നെ അറിയാതെ ക്രിസ്റ്റി പതിയെ ബൈക്ക് ഓടിച്ച് അടുത്തുകൊണ്ടിരുന്നു. ഒരു പ്രാവശ്യം കേട്ടിട്ട് അവഗണിച്ചിട്ട് ഫോൺ ബില്ലടി വീണ്ടും തുറന്നപ്പോൾ ക്രിസ്റ്റി ബൈക്ക് റോഡിനോരം ചേർത്ത് നിർത്തി. നല്ല മഴ വരുന്നതിൻ്റെ അടയാളം പോലെ ഇടയ്ക്കിടെ ഇടിമുരളുകയും തണുത്ത കാറ്റ് വീശുകയും ചെയ്തപ്പോൾ എത്രയും പെട്ടെന്ന് വീട്ടിലെത്താനുള്ള ചിന്തയായിരുന്നു അവനുള്ളിൽ നിറഞ്ഞത്. ഫോൺ എടുത്തു. പാത്തുവാണ് വിളിക്കുന്നത്. പാത്തു. ആവേശത്തിൽ അവനെടുത്തുകൊണ്ട് വിളിക്കുമ്പോൾ മറുവശം കേൾക്കാൻ കഴിഞ്ഞത് നേരത്തെ തേങ്ങലുകളാണ്. പാത്തു, എന്താ? എന്തിനാ നീ കരയുന്നത്? ക്രിസ്റ്റി വെപ്രാളത്തോടെ ചോദിച്ചു. എന്നിട്ടും കരച്ചിലിന്റെ ശബ്ദം കുറച്ചുകൂടി വ്യക്തമായി കേൾക്കാൻ കഴിഞ്ഞു എന്നല്ലാതെ അവളുടെ മറുപടിയൊന്നുമില്ല. നെറ്റിയിൽ തടവിക്കൊണ്ട് ക്രിസ്റ്റി അസഹ്യതയോടെ ചോദിച്ചു, ഇച്ച. കരച്ചിൽ കൊണ്ട് ഉലഞ്ഞുപോയ ആ വിളി അവന്റെ ഇടനെഞ്ചിൽ പ്രകമ്പനം കൊള്ളിച്ചു. എന്താ എന്താ നിനക്ക് പറ്റിയേ? ക്രിസ്റ്റി വീണ്ടും ചോദിച്ചു. എനിക്കൊന്ന് കാണാൻ തോന്നുന്നു, പാത്തു വിങ്ങലോടെ പറഞ്ഞു. ക്രിസ്റ്റിയുടെ നെറ്റി ചുളിഞ്ഞു. ഞാനങ്ങ് അറക്കലോട്ട് വരട്ടെ? അവൻ ചോദിച്ചു. വരുമോ? നിനക്കെന്നെ കാണാൻ തോന്നുന്നുവെങ്കിൽ നീ വിളിച്ചാൽ ഞാൻ വരും. അതിനി ഏത് നരകത്തിലേക്കാണെങ്കിൽ പോലും ഞാൻ വരും. യാതൊരു സംശയങ്ങളുമില്ലാതെ ക്രിസ്റ്റി പറഞ്ഞു. എനിക്കറിയാം, ഇച്ച വരുമെന്ന് എനിക്കറിയാം. കരച്ചിലോടെ തന്നെയാണ് അവൾ പറയുന്നത്. അവന് മനസ്സിലായി. ഷാഹിദ് അവനിന്ന് വന്നുവല്ലേ? തന്നെ കാണാൻ കൊതിച്ചു വരാമെന്ന് പറഞ്ഞവൾ ഇന്ന് എത്താതിരുന്നെങ്കിൽ അതിനൊറ്റ കാരണമേ ഉണ്ടായിരിക്കും എന്ന് ഉറപ്പുണ്ടായിരുന്നുകൊണ്ട് തന്നെ ക്രിസ്റ്റി ചോദിച്ചു. നിനക്കറിയാതെ നീ കാര്യം പറയേണ്ട പാത്തു, എങ്കിലല്ലേ എനിക്ക് അറിയാൻ പറ്റൂ എന്താ ഉണ്ടായതെന്ന്. അവൻ വീണ്ടും ആവശ്യപ്പെട്ടു. അവൻ പോവേണ്ടെന്ന് പറഞ്ഞു നിന്നോട്? ക്രിസ്റ്റി വീണ്ടും ചോദിച്ചു. പാത്തു മുക്കിയും മോളിയും ഷാഹിദ് ചെയ്തവും പറഞ്ഞുമെല്ലാം ക്രിസ്റ്റിയോട് പറഞ്ഞു. അവനങ്ങനെ പറഞ്ഞു എന്ന് വെച്ചിട്ട് നിന്നെ പിടിച്ച് കെട്ടിയിട്ടൊന്നുമില്ലല്ലോ എൻ്റെ പാത്തുവോ, നീ ഇങ്ങനെ കരയാൻ. അവൾ പറഞ്ഞെല്ലാം കേട്ട ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം ക്രിസ്റ്റി ചിരിയോടെ ചോദിച്ചു. എനിക്ക് പേടിയാവുന്ന ഇച്ച, അവൻ്റെ ഒരു ചിരിയും നോട്ടവും എനിക്ക് എന്തോ പോലെ തോന്നുക. പാത്തു വീണ്ടും പറഞ്ഞു. അറക്കിലെ ഫാത്തിമയുടെ കഴുത്തിൽ ഒരു മിന്നി വീഴുന്നുണ്ടെങ്കിൽ അത് ഈ കുന്നേൽ ക്രിസ്റ്റി ഫിലിപ്പിന്റെ കൈ കൊണ്ടായിരിക്കും. നീ ജീവിക്കുന്ന എൻ്റെ പാതയായിട്ടാവും. ഞാൻ ജീവനോടെ ഉണ്ടാവുമ്പോൾ നിന്നെ വേറെ ആരും സ്വന്തമാക്കില്ല. ആ ഉറപ്പ് പറയുന്നത് എനിക്കിപ്പോ? ക്രിസ്റ്റി ഉറപ്പോടെ ചോദിച്ചു. അപ്പുറം അനക്കമൊന്നുമില്ല. പാത്തുവോ? ക്രിസ്റ്റി ചിരിയോടെ താളത്തിൽ വീണ്ടും വിളിച്ചു നോക്കി. ആഹ്ലാദത്തോടെയുള്ള വിളികൾക്കിലാണ് അതെന്ന് ക്രിസ്റ്റിക്ക് പെട്ടെന്ന് മനസ്സിലായി. യാത്ര കഴിഞ്ഞിട്ട് വന്നല്ലേ, പേടിയൊക്കെ ദൂരെ കളഞ്ഞിട്ട് പോയി ഫ്രഷ് ആയിട്ട് വന്ന് കിടന്നു. ഇച്ചൊരു യാത്രയില്ല, പറ്റിയ വീട്ടിലെത്തിയിട്ട് വിളിക്കാം. കാത്തിരിക്കൊന്നും വേണ്ട. ഉറക്കം വരുന്നുണ്ടെങ്കിൽ നീ ഉറങ്ങിക്കോ കേട്ടോ, സ്നേഹത്തോടെ ക്രിസ്റ്റി പറഞ്ഞു. അതിലലിഞ്ഞു നിൽക്കുന്ന പോലെ അവളുടെ ശബ്ദമൊന്നും കേൾക്കുന്നില്ല. വെച്ചോട്ടെ ഞാൻ? ക്രിസ്റ്റി വീണ്ടും ചോദിച്ചു. ഇച്ച? അതിനുത്തരം പറയാതെ പാത്തു വിളിച്ചു. ഐ ലവ് യു. ആർദ്രത നിറഞ്ഞ അവളുടെ സ്വരം. ലവ് യു ടു. ഉള്ളിലെ സ്നേഹം മുഴുവൻ നിറച്ചിട്ട് അവൻ അവൾക്കുള്ള ഉത്തരം പറഞ്ഞു. നമ്മൾ ഇനി എപ്പോഴാ കാണുന്നേ? ആ ചോദ്യത്തിൽ തന്നെ ഉണ്ടായിരുന്നു ഒരു നോക്ക് കാണാൻ അവൾ എത്ര മോഹിക്കുന്നു എന്നത്. പടച്ചോന ദുനിയാവിങ്ങനെ നീണ്ടു വരന്ന് കിടക്കില്ലേ എൻ്റെ പാത്തു, നമുക്ക് കാണാനേ. ആ മോഹത്തിന്റെ ആളറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവനങ്ങനെ പറഞ്ഞതും. നീ മുറിയിലാണോ? ക്രിസ്റ്റി ചോദിച്ചു. അല്ലേ നീ, ഞാനിവിടെ പുറത്ത് ഇച്ചയുടെ റബ്ബർ തോട്ടം താജ്മഹൽ കാണുന്ന പോലെ ആവേശത്തിൽ നോക്കി നിൽക്കുക. പതിഞ്ഞ ചിരിയോട് അവളത് പറയുമ്പോൾ ക്രിസ്റ്റി ഉറക്കെ ചിരിച്ചു. ദേ, സ്വപ്നം കാണുന്ന ആ ഷാഹിദ് വാച്ച് ചെയ്യുന്നുണ്ടോ ശ്രദ്ധിക്കണം. മുകളിലല്ലേ നിന്റെ റൂം? ആ, അറക്കിൽ ആർക്കും വേണ്ടാത്ത മുകളിലെ ഏറ്റവും അറ്റത്തെ മുറിയാ ഈ എൻ്റേത്. ലേശം പരിഹാസത്തോടെയാണ് അവളത് പറഞ്ഞത്. വീഡിയോ കോൾ വിളിക്കാനും വയ്യല്ലോ പെണ്ണെ, ഞാനിപ്പോൾ റോട്ടിൽ നിന്നിട്ടാ നിന്നെ വിളിക്കുന്നത്. എവിടെയാണെങ്കിൽ നല്ല ഇരുട്ടും. ക്രിസ്റ്റി ചിരിയോടെ പറഞ്ഞു. എവിടെ പോയതാ ഈ നേരത്ത്? വല്യപ്പനെ വല്യമ്മച്ചിയും കാണാൻ പോയതാ. ഇച്ചേനെ ഒരുപാട് ടൈം കാത്തുന്നോ? അവളുടെ ചോദ്യത്തിനിടയിൽ തന്നെ പിന്നിൽ എന്തോ ശബ്ദം കേട്ടെന്ന് തോന്നിയപ്പോൾ ക്രിസ്റ്റി തിരിഞ്ഞു നോക്കി. മങ്ങിയെ വിളിച്ചതിൽ അവനൊന്നും കാണാൻ കഴിഞ്ഞില്ല. പക്ഷെ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പതു, ഞാൻ ഈ വീട്ടിലെത്തിയിട്ട് വിളിക്കാം. ഇവിടെ മഴ ഒടിഞ്ഞു തുടങ്ങി, ഞാൻ വേഗം വീട്ടിലോട്ട് ചെല്ലട്ടെ. ക്രിസ്റ്റി ധൃതിയോടെ പറഞ്ഞിട്ട് അവളുടെ മറുപടിക്ക് പോലും കാത്തു നിൽക്കാതെ ഫോൺ കോൾ കട്ട് ചെയ്തു. ഫോണിൽ നിന്നൊരു മെസ്സേജ് മിസ്ഡ് കോളും ചെയ്തിട്ട് അവൻ ഫോൺ തിരികെ പോക്കറ്റിലിട്ടു. വീണ്ടും ബൈക്ക് സ്റ്റാർട്ട് ചെയ്യും മുന്നേ അവനൊന്നുകൂടി ചുറ്റും നോക്കി. പിന്നിൽ ഇരുട്ടിൽ ഏതൊക്കെയോ നിഴൽ രൂപങ്ങൾ അവനരിയിലേക്ക് നടന്നെടുക്കുന്നുണ്ടായിരുന്നു. അവന്റെ കണ്ണൊന്നു വെട്ടി, ചുണ്ടിലൊരു ചിരി മിന്നി. 5 പേരുണ്ട്, കണ്ടാൽ കോളേജ് പിള്ളേരെ പോലെയുണ്ട്. അവരിലൊരുത്തം വന്നിട്ട് ബൈക്കിന്റെ മുന്നിലേക്ക് കയറിന്നിട്ട് ക്രിസ്റ്റിയെ സൂക്ഷിച്ചു നോക്കി. ക്രിസ്റ്റി ബൈക്ക് ഓഫ് ചെയ്തിട്ട്, എന്നതാ മക്കളെ കാര്യം? ഷർട്ടിന്റെ കൈകൾ മുകളിലേക്ക് തെരച്ചു കയറ്റിക്കൊണ്ട് അവൻ ചിരിയോടെ ചോദിച്ചു. കാര്യമൊക്കെ ഉണ്ട് ചേട്ടായി,
ചേട്ടായി ഒന്ന് വിശദമായിട്ട് കാണാനും പരിചയപ്പെടാനും വന്ന അല്ലേടാ. അവരിലൊരുത്തന്നെ ഒരു പൂച്ചച്ചിരിയോടെ കൈയുള്ള ഇരുമ്പോടി തലോടിക്കൊണ്ട് കൂട്ടുകാരെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ക്രിസ്റ്റിയുടെ കണ്ണുകൾ അവരിലെല്ലാം ഒന്ന് തെന്നി നീങ്ങി. 5 പേരുടെയും കയ്യിൽ ചെറുതെങ്കിലും ഓരോ ആയുധങ്ങളുണ്ട്. അതിന്റെ ബലത്തിലാണ് നിൽക്കുന്നതെന്ന് കണ്ണിൽ നോക്കിയാൽ അറിയാം. മക്കള് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഈ മീറ്റപ്പ് പകലെപ്പോഴെങ്കിലും സെറ്റ് ചെയ്യായിരുന്നു. ഇതിപ്പോ മക്കൾക്ക് ബുദ്ധിമുട്ടാവില്ലേ? കൈകളൊന്നും മേലേക്ക് ഉയർത്തി ഊറി ചിരിച്ചുകൊണ്ട് ക്രിസ്റ്റി വീണ്ടും പറഞ്ഞോടെ അവന്മാരുടെ ഭാവം മാറിയിരുന്നു. അവന്റെ കഥാപ്രസംഗം കേട്ട് നിൽക്കുന്ന അടിച്ചൊടുക്കട അവന്റെ കാല്. കൂട്ടത്തിൽ നേതാവെന്ന് തോന്നിയവൻ ശബ്ദം കുറച്ചുകൊണ്ട് അലറും പോലെ പറഞ്ഞതും കൂടെയുള്ളവർ ക്രിസ്റ്റിക്ക് നേരെ പാഞ്ഞെടുത്തു. അതിനിച്ചിരി പുളിക്കും. നീയല്ല, നിന്റെയൊക്കെ അപ്പനപ്പാപ്പന്മാർ വിചാരിച്ചാൽ പോലും നടക്കുകയില്ല മക്കളെ. ഇത് ഞാൻ നല്ലപോലെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ തടിയാ. നിനക്കൊക്കെ ഗുസ്തി പിടിക്കാൻ എന്റെ പട്ടിയിട്ട് തരും. ആദ്യം തനിക്ക് നേരെ വന്നവന്റെ തലയിൽ നിന്ന് ഒഴിഞ്ഞു മാറി അവന്റെ നെഞ്ചിൽ ചവിട്ടി വീഴ്ത്തിക്കൊണ്ട് ക്രിസ്റ്റി ഉറക്കെ പറഞ്ഞു. വിചാരിച്ചതിനേക്കാൾ 10 മടങ്ങ് ശക്തിയുള്ളവനാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് വന്നവർക്ക് 5 മിനിറ്റ് കൊണ്ട് തന്നെ മനസ്സിലായി. തഴമ്പ് വീണ് അവന്റെ കൈ കൊണ്ട് ചെവി കുറ്റി നോക്കിയൊന്ന് കിട്ടിയാൽ തല മൊത്തത്തിൽ പിരിച്ചെടുത്തതുപോലെയാണ്. ഇടയിൽ 1-2 അടി അങ്ങോട്ട് വാങ്ങിയതൊഴിച്ചാൽ പിന്നെ അവിടെ കൊടുത്ത മുഴുവൻ ക്രിസ്റ്റിയാണ്. വന്നവരിൽ 3 പേര് ഇതിനോടകം വീണുപോയിരുന്നു. ബാക്കിയുള്ള 2 പേര് പിടിച്ചു നിൽക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ്. പക്ഷേ ക്രിസ്റ്റിക്ക് മുമ്പിൽ ഇനി അത് കഴിയില്ലെന്ന് അവർക്കും മനസ്സിലായി. ദൂരെ ഒരു പൊട്ടുപോലെ വണ്ടിയുടെ ശബ്ദം കേട്ടതും ക്രിസ്റ്റിയെ വിട്ട് പിന്നിലേക്ക് ഓടാൻ തുനിഞ്ഞവനെ ക്രിസ്റ്റി ലോക്കിട്ട് പിടിച്ചു വെച്ചു. ഹ, അങ്ങനെ അങ്ങ് പോയാലോ? കളി തീർന്നില്ല പിള്ളേരെ, ഇന്റർവെൽ ആയിട്ടേ ഉള്ളൂ. 2 കൈ കൊണ്ട് അവന്മാരെ കഴുത്തിൽ പിടിച്ചിരുത്തിക്കൊണ്ട് അവൻ ചിരിച്ചു. ഞാൻ വയ്യോടാ. ബൈക്ക് നിർത്തി ധൃതിയിൽ ഓടിയിറങ്ങി വന്ന ക്രിസ്റ്റിയോട് ചോദിച്ചു. ഏയ്, പെർഫെക്റ്റ് ആയി. ക്രിസ്റ്റിയും കണ്ണു ചിമ്മി കാണിച്ചു. ആര് പറഞ്ഞിട്ടാടാ? വന്നതും ഫൈസി ക്രിസ്റ്റി പിടിച്ചു വെച്ചതിന് മുന്നിലേക്ക് വലിച്ചു നീക്കി ഒറ്റയടി. അവൻ നിലതെറ്റി വീണുപോയതും മറ്റവൻ ഫൈസിയുടെ നേരെ കൈകൂപ്പി. മക്കളെ ഏത് നഴ്സറിയിലാണ് പഠിക്കുന്നത്? ക്രിസ്റ്റി അവന്റെ മേളെ പിടിയാഴ്ചയോട് ചോദിച്ചു. താഴെ അടിയിട്ടി വീണുവൻ പതിയെ എഴുന്നേറ്റിരുന്നു. ഒരൊറ്റ ചോദ്യം, അതിനെനിക്ക് ശരിയായിട്ടുള്ള ഉത്തരം വേണം. ഇല്ലെങ്കിൽ ഈ കിട്ടിയതൊന്നും ആവില്ല മക്കളെ അടി. ഇനി അങ്ങോട്ട് പൊടി പൂരായിരിക്കും. അവരുടെ അരികിലേക്ക് ചെന്നിട്ട് ക്രിസ്റ്റി പറഞ്ഞു. ആര് പറഞ്ഞിട്ടാ മക്കൾ ഈ പരിപാടി ഏറ്റെടുത്ത് വന്നത്? അത് ചോദിക്കുമ്പോൾ ആ ഇരുട്ടിൽ അവന്റെ കണ്ണുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു. ഋഷി ചെറിയ അവന്റെ നോട്ടം നീടാൻ വയ്യാതെ അവരിലെത്തും വിറച്ചുകൊണ്ട് പറഞ്ഞു. ആ ഉത്തരം പ്രതീക്ഷിക്കുന്നുണ്ടായതുകൊണ്ട് തന്നെ ഒരു പൂച്ചച്ചിരിക്കും അപ്പുറം ഞെട്ടിലും തോന്നിയില്ല ക്രിസ്റ്റിക്കും ഫൈസിക്കും. അവനല്ലാണ്ട് പിന്നെ ഏത് വിവരദോഷിയാണ്ടാ ക്രിസ്റ്റി? ഇവരെ പോലെ മൂക്കൊലിപ്പ് മാറാത്ത പിള്ളേർ കൊട്ടേഷൻ കൊടുക്കുന്നു മണ്ണുണ്ണി. ഫൈസി ചിരിയോടെ പറഞ്ഞു. അവിടെ എല്ലാം മുഖം കുനിഞ്ഞു. അതെ, മക്കൾ എഴുന്നേറ്റ് വീട്ടിൽ പോകാൻ നോക്കിക്കേ. നല്ല മഴ വരുന്നുണ്ട്. നല്ല ചൂടുവെള്ളത്തിലേക്ക് കുളിച്ച് പതിച്ചു മൂടി ഒന്ന് കിടന്നുറങ്ങ്. കൈകളൊന്ന് തട്ടിക്കുടഞ്ഞോട് ക്രിസ്റ്റി പറഞ്ഞു. എങ്ങനെയാണോ വന്നത്? മുന്നിൽ തലകുനിച്ച് നിൽക്കുന്നവന്റെ അരികിൽ ചെന്നിട്ട് ക്രിസ്റ്റി ചോദിച്ചു. കാറുണ്ട്. കുറച്ചകലേക്ക് കൈ ചൂണ്ടിക്കൊണ്ടവൻ പതിയെ പറഞ്ഞു. എങ്കിൽ പോയി എടുത്തിട്ട് പോ. ക്രിസ്റ്റി പറഞ്ഞു. തല ഉയർത്താതെ തന്നെ അവൻ പിന്നിലെ ഇരുട്ടിലേക്ക് നടന്നു കഴിഞ്ഞിരുന്നു. 5 മിനിറ്റിനുള്ളിൽ കാറുമായി അവൻ എത്തി. ക്രിസ്റ്റി താഴെ ഇരിക്കുന്നവന്മാർക്കെതിരെ കൈ നീട്ടി. ഒന്നറച്ചതിന് ശേഷം അവരിൽ അവന്റെ കൈ പിടിച്ചുകൊണ്ട് എഴുന്നേറ്റു. ക്രിസ്റ്റി ഒന്ന് രൂക്ഷമായി നോക്കി നിന്നിട്ടൊടുവിൽ ഫൈസി കൂടി ചേർന്നിട്ടാണ് അവരെ കാറിലേക്ക് കയറാൻ സഹായിച്ചത്. ഒരാൾക്കിട്ട് പണിയാൻ ഇറങ്ങി പുറപ്പെടും മുമ്പ് അവൻ ഏത് തരക്കാരനാണെന്ന് കൂടി ജസ്റ്റ് ഒന്ന് അന്വേഷിച്ച് നോക്കണം. ഇല്ലെങ്കിൽ ഇങ്ങനെ പണി തിരിച്ചു കിട്ടും. കാറിന്റെ ഡോറടക്കം മുന്നേ കുനിഞ്ഞു നിന്നിട്ട് ക്രിസ്റ്റി അവരെ ഓർമ്മിപ്പിച്ചു. അവരാരും ഒന്നും മിണ്ടിയില്ല. ആദ്യം ഒരു ഹോസ്പിറ്റലിൽ പോകണം, എന്നിട്ട് വീട്ടിൽ പോയാൽ മതി. എടാ, പഠിച്ചൊരു നിലയിലെത്താൻ ശ്രമിക്കുന്നതിന് പോലെ അവർ തല്ലുണ്ടാക്കി കാശുകാരനാവാൻ നോക്കുന്നു. അതും പറഞ്ഞിട്ട് ഡോറടിച്ച് തിരിഞ്ഞടക്കുന്നവനെ വല്ലാത്തൊരു ഭാവത്തിൽ അവരെല്ലാം നോക്കുന്നുണ്ടതും ഫൈസി ചിരിച്ചു. ദേടാ, നെറ്റിയിൽ ചോര. കണ്ണിന് മുകളിലെ മുറിവിൽ നിന്ന് പഴഞ്ഞ രക്തത്തുള്ളി ചൂണ്ടി ഫൈസി പറഞ്ഞതും ക്രിസ്റ്റി കൈ ഉയർത്തി നെറ്റിയിലൊന്ന് തൊട്ടു നോക്കി. വേദന കൊണ്ട് അവന്റെ മുഖം ചുളിഞ്ഞു. വന്നേ, ഹോസ്പിറ്റലിൽ പോവാം. ഫൈസി വണ്ടി എടുക്കാൻ തുനിഞ്ഞു. ഏയ്, ഇത് ചെറിയ മുറിവാടാ. ഹോസ്പിറ്റലിൽ പോയാൽ അവർ ഇൻഫെക്ഷൻ മാങ്ങാ തേങ്ങാന്നൊക്കെ പറഞ്ഞ് വലിയൊരു കെട്ടും കെട്ടി വിടും. അത് പിന്നെ എനിക്കൊരു ഭാര്യയാവും. ഇതെനിക്ക് വീട്ടിൽ പോയിട്ട് മരുന്ന് വെക്കാവുന്നേ ഉള്ളൂ. ക്രിസ്റ്റി നിസ്സാരതയോടെ പറഞ്ഞു. ഫൈസി എന്നവനെ തുറിച്ചു നോക്കി. പോട്ടടാ, വിട്ടേക്ക്. അത് പറഞ്ഞ് ക്രിസ്റ്റി ഒന്ന് കണ്ണീമി കാണിച്ചു. ആ, വിട്ട് ഒടുവിൽ ഇപ്പം നിന്നെ ഭൂമിയിൽ നിന്ന് തന്നെ പറഞ്ഞു വിടാൻ അവനൊരുങ്ങി. ഇനിയും അത്രയ്ക്ക് അങ്ങോട്ട് വിട്ട് കളയണ്ട. കടുപ്പത്തോടെ ഫൈസി ഓർമ്മിപ്പിച്ചു. ഞാനിത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഫൈസി. ക്രിസ്റ്റി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഫൈസി അതിനുത്തരമൊന്നും പറഞ്ഞില്ല. എന്നാ നീ വീട്ടോ, നാളെ കോളേജിൽ നിന്ന് കാണാം. 2 ദിവസമായില്ലേ ലീവ്. സ്വന്തം ബൈക്കിൽ നേരെ നടന്നോട് ക്രിസ്റ്റി പറഞ്ഞു. നിനക്ക് വേറെ പരിക്കൊന്നുമില്ലല്ലോ അല്ലേ? ഹോസ്പിറ്റൽ പോകണ്ടെന്ന് ഉറപ്പല്ലേ? ഫൈസി വീണ്ടും അവനരികിലേക്ക് വന്നോട് ചോദിച്ചു. ഇല്ലടാ, ഇതുകൊണ്ടാണ് ഞാൻ കരുതിക്കുട്ടി വാങ്ങിച്ചതാ. എൻ്റെ അനിയൻ കഷ്ടപ്പെട്ട് എനിക്കെതിരെ ഒരു കൊട്ടേഷൻ കൊടുത്തിട്ട് വെറും കൈയോടെ അവന് മുമ്പിലേക്ക് പോകുന്നത് മോശമല്ലേ? അവനത് ഫീൽ ചെയ്താലോ?
ക്രിസ്റ്റി വീണ്ടും കണ്ണു ചിമ്മി പറയുമ്പോൾ അവനുള്ളിലെ വേദന മുഴുവനും ഫൈസി ആ വാക്കുകൾക്കിടയിൽ നിന്നും പിടിച്ചെടുത്ത് കഴിഞ്ഞിരുന്നു. ക്രിസ്റ്റി അനിയന്റെ നേർക്ക് ചെല്ലുമ്പോൾ വർക്കി അടങ്ങിയിരിക്കുമോ? ഡെയ്സിയുടെ മനസ്സ് പിടയുമോ? കാത്തിരിക്കാം. ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.